അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ആർമി യുദ്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന 1941 മോഡൽ മാച്ച്ലെസ് G3L ബൈക്കിനെ കുറിച്ചാണ്. ഇത് എൻ്റെ കസിൻ്റെ അടുത്ത് റീസ്റ്റോറേഷനായി എത്തിയ വാഹനമാണ്. ഇത് 1941 മോഡൽ മാച്ച്ലെസ് ആണ്. അത് WD G3L എന്നാണ് ഈ മോഡൽ അറിയപ്പെടുന്നത്. ഇത് പൊതുവെ ഡെസേർട്ട് റാറ്റ് എന്നൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ആർമി ഉപയോഗത്തിനായി വികസിപ്പിച്ച ഒരു ബൈക്കാണ്. ഇതിൻ്റെ ഈ ഫ്രണ്ട് സസ്പെൻഷൻ ടെലിഡ്രോളിക് സസ്പെൻഷനാണ്. ഓയിൽ ഫിൽഡ്, അതായത് ഇന്നത്തെ കാലത്തൊക്കെയുള്ള ബൈക്കിൽ കാണുന്ന ടൈപ്പ് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. ഏറ്റവും ആദ്യം ഇറങ്ങിയ മോഡലുകളിൽ ഉപയോഗിച്ചിരുന്ന ഗിർഡർ ഫോർക്കുകളായിരുന്നു. 1940 G3 മോട്ടോർ സൈക്കിൾ മാറ്റി പുതിയ മോഡൽ ഉൽപ്പാദിച്ചു. അതാണ് ഈ കാണുന്ന G3L എന്ന മോഡൽ. അതിനുശേഷം അന്നത്തെ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം 1960 കാലഘട്ടത്തിലും ഈ ബൈക്ക് ഉപയോഗിച്ചിരുന്നു. ഈ ബൈക്ക് താരതമ്യേന വളരെ ഭാരം കുറഞ്ഞവയായതിനാൽ പണ്ട് ഓഫ് റോഡ് ഉപയോഗങ്ങൾക്ക്, പിന്നെ യുദ്ധോപയോഗങ്ങൾക്കും ഓഫീസ് ഉപയോഗത്തിന് വരെ വളരെ യോജിച്ച ബൈക്കുകളായിരുന്നു. യുദ്ധത്തിന് ശേഷം ഈ ബൈക്ക് നിരവധി ട്രയൽ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ ഒരു 349 cc എയർ കൂൾഡ് എഞ്ചിനാണ്. 5200 RPMൽ 16 bhp ആണ് ഇതിൻ്റെ പവർ. പിന്നെ ഒരു 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ചെയിൻ ഡ്രൈവ് ആണ് ഉള്ളത്. ഇടതുവശത്ത് ഈ ലിവർ കൊടുത്തിരിക്കുന്നത് ഇത് എൻജിൻ ഇഗ്നീഷൻ ടൈമിംഗ് അഡ്വാൻസ് ഓർ റിട്ടാർഡ് ചെയ്യുന്നതിനാണ്. ഇതൊരു ലോങ് നോബ് ടൈപ്പാണ്. വളരെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട്, ചെറുതാണിച്ച കുറച്ചും കൂടി ഇതല്ലേ, ലോങ് ആകുമ്പോൾ വളരെ അക്യുറേറ്റിൽ വെക്കാം, ടൈമിംഗ് വെക്കാം. ഇത് ഡീകംപ്രഷൻ.
ഗ്രിപ്പ് പണ്ട് മറ്റേ ഈ വിയറ്റ്നാം ഭാഗത്തൊക്കെ അതിൻ്റെ ഒന്ന് നോക്കി നോക്കിയിട്ടുണ്ട് അത് വന്നത്. ആ സമയത്തൊക്കെ റബ്ബർ സപ്ലൈ നിന്നു അതൊക്കെ യുദ്ധം കാരണേ. അതുകൊണ്ട് ഇവരുടെ ക്യാൻവാസ് കൊണ്ട് ഗ്രിപ്പ് ഇട്ടുന്ന ഒറിജിനൽ ഗ്രിപ്പാണ്. ശരി ശരി. ഇതിൻ്റെ ഈ ഹാൻഡിൽ ഗ്രിപ്പ് കണ്ടാൽ മനസ്സിലാവും ഇത് ക്യാൻവാസ് കൊണ്ട് നിർമ്മിച്ചതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യുദ്ധകാലഘട്ടത്തിൽ ഈ റബ്ബറിൻ്റെ സപ്ലൈ നിന്നത് കാരണം അവർ തന്നെ ക്യാൻവാസ് ഉപയോഗിച്ച് ഹാൻഡിൽ ഗ്രിപ്പ് നിർമ്മിക്കുകയായിരുന്നു. ഇത് അതിൻ്റെ ഒറിജിനൽ ഹാൻഡിൽ ഗ്രിപ്പുകളാണ്. ഇത് എൻ്റെ കസിൻ്റെ അടുത്ത് റീസ്റ്റോറേഷനായി എത്തിയ വാഹനമാണ്. അപ്പോൾ ഇത് ആൾ തന്നെ വീട്ടിൽ ഇട്ട് തന്നെയാണ് റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അതിൻ്റെ മെക്കാനിക്കൽ ഡീറ്റെയിലിനോ അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ വീഡിയോ കാണുന്നതിന് നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയാൽ കാണാവുന്നതാണ്. ഇത് വേൾഡ് വാർ സമയത്ത് ആർമിയിൽ ഉപയോഗിച്ചിരുന്ന വാട്ടർ ബോട്ടിലാണ്. ഇത് വേൾഡ് വാർ ഹെൽമെറ്റാണ്. ഇത് രണ്ടും വേൾഡ് വാർ സമയത്ത് ഉപയോഗിച്ചിരുന്നത് തന്നെയാണ്.